Hello everyone, welcome back to another video in the series. എല്ലാവർക്കും ലേൺ ഇംഗ്ലീഷ് ത്രൂ റീഡിംഗ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഈ സീരീസിലെ 31ാമത്തെ വാർത്തയാണ് വായിക്കുന്നത്. ഇതിന് മുന്നേയുള്ള വാർത്തകൾ വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. റെയിൻസ് ഇനൻഡേറ്റ് സദേൺ ഡിസ്ട്രിക്ട്സ്, പീപ്പിൾ ഷിഫ്റ്റഡ് ടു റിലീഫ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നൊരു വാർത്തയാണ്. അപ്പോൾ ഇതൊരു ഫ്ലഡുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. പ്രധാനപ്പെട്ട കുറേ വൊക്കാബുലറികൾ നമുക്ക് ഈ വാർത്തയിലൂടെ പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വാർത്തയിലേക്ക് വരാം. റെയിൻസ് ഇനൻഡേറ്റ് സദേൺ ഡിസ്ട്രിക്ട്സ്. എന്താണ് ഈ വാർത്ത പറയുന്നത്? റെയിൻ എന്ന് പറഞ്ഞാൽ മഴയാണ് അല്ലേ? റെയിൻസ് എന്ന് പറയാൻ പറ്റുമോ? റെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിനിൻ്റെ പ്ലൂരൽ. നമുക്കറിയാം, ഒരു എസ് കൂട്ടി നമ്മൾ എപ്പോഴും പ്ലൂരലാണ് ഉണ്ടാവുക. പ്ലൂരൽ ഉണ്ടാക്കാനാണ് നമ്മൾ എസ് കൂട്ടാറുള്ളത്. അപ്പോൾ റെയിൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും സംശയം വരും. റെയിൻസ് എന്ന് പറയുന്നത് സത്യത്തിൽ മഴയ്ക്ക് പ്ലൂരലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ് അല്ലേ? മഴകൾ എന്ന് പറയുമോ എന്ന്. തീർച്ചയായിട്ടും മഴ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഈവൻസുകളായിട്ട് നടക്കുമ്പോൾ, അതായത് തുടർച്ചയായിട്ട് പലപ്പോഴായിട്ട് പല ഇടങ്ങളിലായിട്ട് മഴ നടക്കുകയാണ്. ഇവിടെ മഴയുണ്ട്, കുറച്ചപ്പുറത്ത് ഒരു 50 കിലോമീറ്റർ 100 കിലോമീറ്റർ അപ്പുറത്ത് മഴയുണ്ട്. അങ്ങനെ പല ഇടങ്ങളിൽ പലപ്പോഴായി മഴയുണ്ടാകുന്ന സമയത്ത് നമുക്കതിനെ പ്ലൂരലാക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ പ്ലൂരലാക്കിയിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റെയിൻസ് എന്ന് പറയുന്നത് പത്രങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ പലയിടങ്ങളിൽ പലപ്പോഴായി പെയ്യുന്ന മഴ പ്ലൂരലാക്കി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ മഴ എന്ന് തന്നെ മലയാളീകരിക്കാം. ഓക്കെ, അപ്പോൾ മഴ ഇനൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ജലം ഇങ്ങനെ പൊന്തി വരുന്നതിനെയാണ്, വെള്ളം പൊന്തി വരുന്നതിനെയാണ്, വെള്ളം നിറഞ്ഞ് കവിയുന്നതിനെയാണ് ഇനൻഡേറ്റ് എന്ന് പറയുന്ന വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനൻഡേറ്റ് മറക്കരുത്, ഒരു പ്രധാനപ്പെട്ട ഒരു വേർഡാണ് ഇനൻഡേറ്റ്. എപ്പോഴും പത്രങ്ങളൊക്കെ കാണാറുണ്ട്. എവിടെയാണ്? സദേൺ ഡിസ്ട്രിക്ട്സ്, ഈ സൗത്ത് ഭാഗത്തുള്ള ജില്ലകൾ. ഇത് തമിഴ്നാടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ സൗത്ത് ഭാഗത്തുള്ള ജില്ലകൾ, ആ ജില്ലകളിൽ റെയിൻസ് മഴ, അതായത് അവിടെ ഇവിടെയൊക്കെ പെയ്യുന്ന മഴ, ഈ മഴ വെള്ളപ്പൊക്കമുണ്ടാക്കുന്നു, ഇനൻഡേറ്റ് ചെയ്യുന്നു. ഇനൻഡേറ്റ് എന്ന് പറയുന്നത് പ്രസൻ്റാണ്. പക്ഷെ നമ്മളെപ്പോഴും പത്രം പ്രസൻറ്റിൽ എഴുതുമെങ്കിലും പാസ്റ്റായിട്ട് മനസ്സിലാക്കണം. ഇനൻഡേറ്റഡ്, റെയിൻസ് ഇനൻഡേറ്റഡ് സദേൺ ഡിസ്ട്രിക്ട്സ്. അപ്പോൾ സൗത്ത് ഭാഗത്തുള്ള ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടായി. എന്തിൻ്റെ ഭാഗമായിട്ട്? മഴയുടെ ഭാഗമായിട്ട്. അല്ലെങ്കിൽ മഴ വെള്ളപ്പൊക്കമുണ്ടാക്കി. പീപ്പിൾ ഷിഫ്റ്റഡ് ടു റിലീഫ് സെൻറ്റേഴ്സ്. ഈ റിലീഫ് സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ്. ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ ഷിഫ്റ്റ് ചെയ്തു, മാറ്റിപ്പാർപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വാർത്ത. ഇനി നമുക്കതിൻ്റെ സബ് ടൈറ്റിലേക്ക് പോകാം. റെഡ് അലേർട്ട് ഫോർ തെങ്കാശി, തൂത്തുക്കുടി, തിരുനെൽവേലി, കന്യാകുമാരി ഡിസ്ട്രിക്ട്സ്. ഈ പറഞ്ഞ 4 ജില്ലകൾ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് ഈ പിക്ചർ നോക്കാം. ഒരു ചിത്രം തന്നിട്ടുണ്ട്. പീപ്പിൾ വെയ്ഡ് ത്രൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ വേർഡാണ് വെയ്ഡ് ത്രൂ. അല്ല, ആദ്യത്തെ വേർഡല്ല, ഇനൻഡേറ്റ് പഠിച്ചു അല്ലേ? ഇനൻഡേറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം പൊന്തുക, വെള്ളപ്പൊക്കമുണ്ടാവുക, നിറഞ്ഞ് കവിയുക. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് മലയാളീകരിക്കാം. ഒരു പുഴ, ദ റിവർ വാസ് ഇനൻഡേറ്റഡ്, പുഴ നിറഞ്ഞു കവിഞ്ഞു അല്ലെ? ഇനൻഡേറ്റഡ്, പുഴയിൽ വെള്ളം നിറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഒരു സ്ഥലത്ത് മഴ പെയ്തിട്ട് ഇറ്റ് വാസ് ഇനൻഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, വെള്ളം നിറഞ്ഞു. അപ്പോൾ നിറയുക, വെള്ളം നിറയുക, കവിയുക എന്നർത്ഥമാണ് അതിനുള്ളത്. ഇനി വെയ്ഡ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുഴഞ്ഞ് നീങ്ങുന്നതിനെയാണ്, തുഴഞ്ഞ് നീങ്ങുക എന്നർത്ഥമാണ് വെയ്ഡ് ത്രൂ എന്ന് പറയുന്ന വാക്കിന് ഉള്ളത്. അപ്പോൾ ഈ ഒരു വേർഡ് എന്ത് ചെയ്യണം? പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, തുഴഞ്ഞ് നീങ്ങുക. ഓക്കെ, തുഴഞ്ഞ് നീങ്ങുക. വാട്ടർ ലോഗ്ഡ് മറ്റൊരു വേർഡാണ് വാട്ടർ ലോഗ്ഡ്. എന്താ വാട്ടർ ലോഗ്ഡ്? വെള്ളം കെട്ടിയ. ഓക്കെ, വെള്ളം കെട്ടി നിൽക്കുന്ന, വെള്ളം തങ്ങി നിൽക്കുന്ന, വെള്ളം കെട്ടിയതിനെയാണ് വാട്ടർ ലോഗ്ഡ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഹെവി റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ മഴ തന്നെയാണ്. ഓക്കെ, റെയിൻ. തൂത്തുക്കുടി ഓൺ മൺഡേ. അപ്പോൾ ഇൻ തൂത്തുക്കുടിയിൽ കനത്ത മഴയുടെ ഭാഗമായി ഉണ്ടായിട്ട് ഉള്ള വാട്ടർ ലോഗ്ഡിലൂടെ കെട്ടി നിൽക്കുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന ആ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൂടെ ആളുകൾ എന്ത് ചെയ്യാണ്? ദ വെയ്ഡ് ത്രൂ എന്ന് പറഞ്ഞാൽ തുഴഞ്ഞ് നീങ്ങുന്നു. ഓക്കെ, തുഴഞ്ഞ് നീങ്ങുക. അവർ കയ്യിൽ തുഴയൊന്നുമില്ല, നമ്മളങ്ങനെ പറയാറുണ്ട് അല്ലേ? ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വെള്ളത്തിലൂടെ തുഴഞ്ഞ് പോകുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ രൂപേണ പറഞ്ഞിരിക്കുന്ന സംഗതിയാണത്. ഓക്കെ,
എനിവേ ലെറ്റ്സ് മൂവ് ടു ദ ന്യൂസ്. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. ചെന്നൈ, കന്യാകുമാരി, December 18. വില്ലേജസ്, ടൗൺസ്, റോഡ്സ് ആൻഡ് ഹൈവേസ്. ഗ്രാമങ്ങൾ, ടൗണ് അല്ലേ, ഗ്രാമങ്ങൾ, ടൗൺ, പട്ടണങ്ങൾ, റോഡ്സ് ആൻഡ് ഹൈവേസ്, ഹൈവേകൾ. ഇൻ സെവറൽ റീജിയൻ ഓഫ് സദേൺ തമിഴ്നാട്. തമിഴ്നാടിൻ്റെ ഈ സദേൺ ഭാഗത്ത് ഈ പറഞ്ഞ വില്ലേജുകളും ടൗണും റോഡും ഹൈവേകളും എല്ലാം, ഹൈവേ വിവിധ റീജിയൻ പ്രദേശത്തുള്ള ഹൈവേകളും ഉൾപ്പെടെ, ഇൻക്ലൂഡിങ് തിരുനെൽവേലി, സദേൺ തമിഴ്നാടിൻ്റെ ഭാഗമായ തിരുനെൽവേലി, തൂത്തുക്കുടി, അതുപോലെ ഈ തിരുനെൽവേലി തൂത്തുക്കുടി ഭാഗത്ത്, ഒരിക്കൽ കൂടി പറയാൻ ശ്രദ്ധിക്കുക, തമിഴ്നാടിൻ്റെ സദേൺ ഭാഗങ്ങളായ തൂത്തുക്കുടിയും തിരുനെൽവേലിയും ഉൾപ്പെടുന്ന ഭാഗങ്ങളിലെ വില്ലേജുകളും പട്ടണങ്ങളും റോഡുകളും വിവിധ പ്രദേശത്തുള്ള ഹൈവേകളും ജസ്റ്റ് റിസംബിൾ റിവേഴ്സ്, എന്തുപോലെയുണ്ട്? നദി പോലെയുണ്ട്, നദികൾ പോലെയുണ്ട്. ഈ പറഞ്ഞ ഗ്രാമങ്ങളും വില്ലേജസും ടൗൺസും പട്ടണങ്ങളൊക്കെ എന്തുപോലെയുണ്ട്? റിസംബിൾ എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഇരിക്കുക, കാണാൻ ഒരുപോലെ ഇരിക്കുക. ഒരാളോട് പറയുകയാണ് യു റിസംബിൾ ടു യുവർ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനെ പോലെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ അതുപോലെ ഇരിക്കുക. എന്തുപോലെയാ? റിസംബിൾ റിവേഴ്സ് പോലെ, നദികൾ പോലെ ഉണ്ട്. ഇൻ സ്പെയ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം എന്നാണ്. സ്പെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം. ആസ് എ റീജിയൻ വിറ്റ്നസ്ഡ്, എപ്പോൾ ആ പ്രദേശം വിറ്റ്നസ്ഡ് സാക്ഷ്യം വഹിച്ചപ്പോൾ, എന്തിന്? എക്സ്ട്രീംലി ഹെവി റെയിൻസ്, തീർത്തും കനത്ത മഴയ്ക്ക് സാക്ഷ്യം വഹിച്ചപ്പോൾ ഫോർ ദ ലാസ്റ്റ് 2 days, കഴിഞ്ഞ 2 ദിവസമായിട്ട്. അപ്പോൾ സംഗതി മനസ്സിലായല്ലോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ എക്സ്ട്രീംലി പൂർണ്ണമായും കനത്ത മഴയ്ക്ക്, ഹെവി റെയിന് വിറ്റ്നസ് സാക്ഷ്യം വഹിച്ചപ്പോൾ എന്തുണ്ടായി? അവിടെ സ്പെയ്റ്റ് ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കം കാരണം ഈ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങൾ, തൂത്തുക്കുടിയും തിരുനെൽവേലി ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളും ആ പ്രദേശത്തെയൊക്കെ ടൗണുകളും റോഡുകളും ഹൈവേ ഒക്കെ എന്തുപോലെ തോന്നുന്നു? എന്തിന് റിസംബിളായി എന്ന് പറയുന്നത്? നദികൾക്ക് റിസംബിളായി, നദികൾ പോലെ തോന്നുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ. യെസ്, അങ്ങനെയാണ്. നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകാം. ഇവിടെ നമ്മൾ പഠിച്ച വാക്കുകളൊന്ന് ഓർത്തിരിക്കുക. റിസംബിൾ ഒരുപോലെ ഇരിക്കുക, ഈ സ്പെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം, വിറ്റ്നസ്ഡ് സാക്ഷ്യം വഹിച്ചു. ഓക്കെ, ഈ അർത്ഥങ്ങളെല്ലാം നമുക്ക് അവസാനം ഒന്നുകൂടെ നോക്കാം. ഇനി ഹൗസസ് വേർ ഇനണ്ടേറ്റഡ്. ഞാൻ എന്താ വീണ്ടും പറയുന്നു, ഇനണ്ടേറ്റഡ് എന്ന് പറഞ്ഞാൽ വെള്ളം പൊങ്ങി, വെള്ളം നിറഞ്ഞു. അപ്പോൾ ഹൗസസ് വേർ, വീടുകളെല്ലാം വെള്ളത്തിനടിയിലായി, വെള്ളം പൊങ്ങി. പീപ്പിൾ വേർ മറൂൺ. ഓക്കെ, ആളുകളെല്ലാം മറൂൺഡ്. എന്താ മറൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോവുക. ഈ വെള്ളപ്പൊക്കം കാരണം എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോവുക. നമ്മൾ ഇംഗ്ലീഷിൽ വേറൊരു വേർഡുണ്ട്, സ്ട്രാൻഡഡ്. ഓക്കെ, സ്ട്രാൻഡഡ് എന്ന് പറയില്ലേ, സ്ട്രാൻഡഡ്. അപ്പോൾ സ്ട്രാൻഡഡ്, ദാറ്റ് മീൻസ് മറൂൺഡ്. ആസ് ഫ്ലഡ് വാട്ടർ ഗഷ്ഡ് ഔട്ട്, അതായത് വെള്ളം ഇങ്ങനെ ഗഷ് ചെയ്ത് വന്നപ്പോൾ, ഗഷ് മീൻസ് പ്രവഹിച്ച് വന്നപ്പോൾ, ഓൺ ടു ദ റെസിഡൻഷ്യൽ നെയ്ബർഹുഡ്സ്, ആളുകൾ താമസിക്കുന്ന വാസസ്ഥലങ്ങളിൽ, ഓക്കെ, ആ പ്രദേശത്തെ അയൽവക്കത്തൊക്കെയുള്ള നെയ്ബർഹുഡ്സിലുള്ള അടുത്തടുത്തുള്ള പ്രദേശങ്ങളിൽ, റെസിഡൻഷ്യൽ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഗഷ് ചെയ്ത് വന്നു, വെള്ളം ഇങ്ങനെ ഗഷ് ചെയ്ത് വന്നു, ഫ്ലഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? ആളുകളെല്ലാം മറൂൺഡ്, ഒറ്റപ്പെട്ടു. അറ്റ് സീവലപ്പേരി, ഈ സീവലപ്പേരി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇൻ തിരുനെൽവേലിയില, റെസിഡൻസ് ഹഡിൽഡ് ഓൺ, ആളുകളെല്ലാം ഹഡിൽഡ് ഓൺ ദ ടെറസ് ഓഫ് എ ഫ്യൂ സ്റ്റോറി ഹൗസസ്. 2 നില വീട്, അല്ലെ, 2 സ്റ്റോറി ഹൗസസ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റോറീഡ്. ഓക്കെ, ഹൗസസ് എന്ന് പറഞ്ഞാൽ 2 നില വീടുകൾ. അപ്പോൾ FU 2 സ്റ്റോറി ഹൗസസ് എന്ന് പറഞ്ഞാൽ ഏതാനും 2 നില വീടുകളുടെ ടെറസിൽ, ഓക്കെ, വീടിൻ്റെ മുകൾ ഭാഗത്താണ് ടെറസ് എന്ന് പറയുക. ആ ടെറസിൽ ആളുകളെല്ലാം, റെസിഡൻസ്, അവിടുത്തെ നിവാസികളെല്ലാം
ഹഡിൽ ചെയ്തു. ഹഡിൽ എന്ന് പറഞ്ഞാൽ ഒത്തുകൂടുക, എല്ലാവരും കൂടെ എന്തെങ്കിലും ഒരു ഭയം കാരണം ആളുകൾ ഓടിയിട്ട് ഒരു സ്ഥലത്ത് ഒത്തുകൂടി ഇരിക്കുന്നതിനെയാണ് ഹഡിൽ എന്ന് പറയുന്നത്. വലിയ എന്താ പറയുക, സാധാരണ തണുപ്പ് കാരണം, കോൾഡ് കാരണം ആളുകൾ തീയിന് ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കൂലേ, അത് ഹഡിലിംഗ് ആണ്. ഓക്കെ, ഹഡിൽഡ്. അതുപോലെ എന്തെങ്കിലും യുദ്ധഭീഷണിയോ മറ്റോ എന്തിൻ്റെങ്കിലും ഭയം എന്തും ആവാം, എന്ത് റീസണിൻ്റെ എന്ത് കാരണത്താൽ ഉണ്ടാവുന്ന ഭയമാണെങ്കിലും കുഴപ്പമില്ല, ആ ഭയം കാരണം ആൾക്കാരെല്ലാം പേടിച്ചേരണ്ട് ഓടിപ്പോട്ട് ഇങ്ങനെ ഇരിക്കൂലേ, അതിനെ നമ്മൾ ഹഡിൽ എന്ന് പറയും. അപ്പോൾ ഹഡിൽ എന്ന് ചോദിച്ചാൽ എൻ്റെ മലയാളം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുക, ഒത്തുകൂടുക എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, എന്തുകൊണ്ട് ഒത്തുകൂടണം? ഭയത്താൽ. യെസ്. അപ്പോൾ സിമിലർ വാസ് എ സീൻ അറ്റ് ദ മീനാക്ഷിപുരം ഇൻ തിരുനെൽവേലി. തിരുനെൽവേലിയിലെ അവസ്ഥയും ഇതുതന്നെ. ഓവർ 100 ഹൗസസ്, ഏകദേശം 100ഓളം വീടുകളായിട്ട് നസവലാർ കോളനിയിൽ 100ഓളം വീടുകൾ ഈ നാഗർകോയിൽ വെർ ഇവാക്യുവേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒഴിപ്പിച്ചു. അതായത് ഇങ്ങനെ വീടും സ്ഥലമൊക്കെ ഇതുപോലെ ഒഴിപ്പിക്കുന്നതിനെയാണ് ഇവാക്യുവേറ്റ് എന്ന് പറയാം. ബൈ ദ അതോറിറ്റീസ്, അവിടുത്തെ ഉദ്യോഗസ്ഥർ. ആൻഡ് സെൻഡ് ടു റിലീഫ് സെൻറ്റേഴ്സ്, എന്നിട്ട് അവരെ റിലീഫ് സെൻറ്റേഴ്സിലേക്ക് പറഞ്ഞു വിട്ടു. റിലീഫ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിട്ടു. സെവറൽ റെസിഡൻസ്, പല റെസിഡൻസുകളും അവിടുത്തെ താമസക്കാരും സെറ്റ്, അവർ പറഞ്ഞു, ഹാവ് നെവർ സീൻ സച്ച് എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ, ഇതുപോലെ എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ, കനത്ത മഴ ഇതുവരെ അവരെന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ആൻഡ് ഫ്ലഡിങ് മീൻസ് വെള്ളപ്പൊക്കം, ഇതുപോലെ ഫ്ലഡിങ്ങും ഹെവി റെയിനും അവർ കണ്ടിട്ടേയില്ല. ടെമ്പിൾ ടൗൺ ഓഫ് തിരുച്ചെന്തൂർ, ഈ തിരുച്ചെന്തൂരിലെ ഒരു ക്ഷേത്ര നഗരമായിട്ടുള്ള തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റ്, ദ ടെമ്പിൾ ടൗൺ ഓഫ് തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ക്ഷേത്ര നഗരം എവിടുത്തെ, തൂത്തുക്കുടിയിൽ ഡിസ്ട്രിക്റ്റിലെ ജില്ലയിലെ, റിസീവ്ഡ് 62 സെൻറ്റിമീറ്റർ ടു 69 സെൻറ്റിമീറ്റർ റെയിൻഫോൾ, 62 സെൻറ്റിമീറ്റർ മുതൽ 69 സെൻറ്റിമീറ്റർ വരെയുള്ള മഴയാണ് അവിടെ ലഭിച്ചത്. വൈൽ സെവറൽ റീജിയൻസ്, പല സ്ഥലങ്ങളിലും രജിസ്റ്റേർഡ് റെയിൻഫോൾ ഇൻ മഞ്ചലായി, ഈ മഞ്ചലായി എന്ന് പറയുന്ന സ്ഥലത്തും ഇതുപോലെ റെക്കോർഡ് മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുനെൽവേലി ഗോട്ട് 55 സെൻറ്റിമീറ്റർ റെയിൻ. തിരുനെല്ലിയിലെ തിരുനെൽവേലിയിലെ മഞ്ചോളി എന്ന് പറയുന്ന സ്ഥലത്ത് 55 സെൻറ്റിമീറ്ററാണ് മഴ ലഭിച്ചിട്ടുള്ളത്. ദ ഗവൺമെൻറ് ഹാസ് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തു, പ്രഖ്യാപിച്ചു എ ഹോളിഡേ, അവധി, ഓൺ ട്യൂസ്ഡേ, ചൊവ്വാഴ്ച, ഫോർ ഓൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ തെങ്കാശി, തൂത്തുക്കുടി, തിരുനെൽവേലി ആൻഡ് കന്യാകുമാരി ഡിസ്ട്രിക്ട്സ്. അതായത് കന്യാകുമാരി, തിരുനെൽവേലി, തെങ്കാശി, തൂത്തുക്കുടി എന്ന് പറയുന്ന ജില്ലകളിലെല്ലാം സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർ ഓൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെൻറ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ. ആസ് ദ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂഡ് റെഡ് അലർട്ട് ഫോർ ദീസ് ഡിസ്ട്രിക്ട്സ്. എപ്പോഴാണ് അവധി പ്രഖ്യാപിച്ചത്? ഈ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് അവധി പ്രഖ്യാപിച്ചത് 4 ജില്ലകളിൽ. ഓക്കെ. റിപ്പോർട്ടുകൾ പറയുന്നു 7434 ആളുകൾ, പീപ്പിൾ ഹാവ് ബീൻ ഷിഫ്റ്റഡ്, 7434 ആളുകൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങോട്ട് ടു 84 റിലീഫ് സെൻറ്റേഴ്സ്, 84ഓളം ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക്, റിലീഫ് സെൻറ്റേഴ്സിലേക്ക്, ഇൻ 4 ഡിസ്ട്രിക്ട്സ്, 4 ജില്ലകളിൽ, തിരുനെൽവേലി, തൂത്തുക്കുടി, ദാറ്റ് മീൻസ് തൂത്തുക്കുടി, ഓക്കെ, തെങ്കാശി ആൻഡ് കന്യാകുമാരി. വേർ 425 ഡിസാസ്റ്റർ റെസ്പോൺസ് ടീം മെമ്പേഴ്സ് ഹാവ് ബീൻ ഡിപ്ലോയിഡ്. അവിടെ എത്ര ദുരിത നിവാരണ അംഗങ്ങൾ, അതായത് ഡിസാസ്റ്റർ റെസ്പോൺസ് ടീം മെമ്പേഴ്സ് ഹാവ് ബീൻ ഡിപ്ലോയിഡ്. ഡിപ്ലോയ് എന്ന് പറഞ്ഞാൽ എന്താ? അണിനിരത്തുക. ഓക്കെ, ഡിപ്ലോയ് എന്ന് പറഞ്ഞാൽ അണിനിരത്തുക എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി, കന്യാകുമാരി എന്നീ 4 ജില്ലകളിലായിട്ട് 84 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് 7437 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇവിടെ 425 ദുരന്ത നിവാരണ സേനാംഗങ്ങളെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിന്യസിപ്പിക്കുക എന്നുള്ളതിൻ്റെ വേർഡാണ് ഡിപ്ലോയ്. ഓക്കെ, ഡിപ്ലോയ്.
ചീഫ് മിനിസ്റ്റർ എം കെ സ്റ്റാലിൻ ഡെപ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിയോഗിക്കുക. അപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിൻ നിയോഗിച്ചിട്ടുണ്ട്. ആരെ നിയോഗിച്ചിട്ടുള്ളത്? മിനിസ്റ്റേഴ്സ്, മന്ത്രിമാരായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ, ഇ വി വേലു, പി മൂർത്തി ആൻഡ് ആർ എസ് രാജകണ്ണപ്പൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കോർഡിനേറ്റ് ദ റിലീഫ് എഫേർട്സ് ബൈ ദ ഗവൺമെൻറ്റിൻ്റെ ഈ ദുരിതാശ്വാസ ശ്രമങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. യൂസിങ് റോപ്സ്, കയറുകൾ ഉപയോഗിച്ചും ലോക്കൽ പീപ്പിൾ ആ പ്രാദേശിക നിവാസികളായിട്ടുള്ള ആൾക്കാർ, അവിടുത്തെ പ്രദേശത്തെ ആൾക്കാർ, ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, ഒക്കെ അഗ്നിശമന സേനാംഗങ്ങൾ. ഹെൽപ്ഡ് ദോസ് സ്ട്രാൻഡഡ്, ഞാൻ നേരത്തെ പറഞ്ഞ വേർഡ് അല്ലേ, സ്ട്രാൻഡഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട. ഇവിടെ നമ്മൾ മറൂണ്ട് എന്ന് പറയുന്നൊരു വേർഡ് നമ്മൾ പഠിച്ചു അല്ലേ, മറൂണ്ട്, ദാറ്റ് മീൻസ് സ്ട്രാൻഡഡ്. ഒറ്റപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പറഞ്ഞ ആളുകളെല്ലാം സഹായിച്ചു. എമിഡ്, അതിനിടയിൽ എന്തിനിടയിൽ? ഫ്ലഡഡ് എന്ന് പറഞ്ഞാൽ വെള്ളം കയറിയിട്ടുള്ള സ്ട്രീംസ്, അരുവികൾ. ഓക്കെ, റീച്ച് സേഫ് ലൊക്കേഷൻ, ഓക്കെ, സുരക്ഷാ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞുള്ളത്? കയർ ഉപയോഗിച്ചും അതുപോലെ നാട്ടുകാരും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ദുരന്ത നിവാരണ സംഘങ്ങളും വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, എവിടെയാണ് സ്ഥലം? ഒരിക്കൽ കൂടി പറയാം. അറ്റ് യൂസിങ് റോപ്സ്, ലോക്കൽ പീപ്പിൾ ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആൻഡ് ഡിസാസ്റ്റർ റെസ്പോൺസ് ടീംസ് ഹെൽപ്ഡ് ദ സ്റ്റാൻഡഡ് എമിറ്റ് ഫ്ലഡഡ് സ്ട്രീംസ്. അതായത് വെള്ളം പൊങ്ങിയിട്ടുള്ള സ്ട്രീംസുകളുടെ ഭാഗങ്ങളിൽ, ഇവിടെ അരുവി എന്നല്ല, വെള്ളം പൊങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ സ്ട്രീംസിലെ റീച്ച് സേഫ് ലൊക്കേഷൻസ്, അവരെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അറ്റ് കൃഷ്ണഭേരി ഇൻ തിരുനെൽവേലിയിൽ കൃഷ്ണഭേരി എന്ന് പറയുന്ന സ്ഥലത്ത് ലോക്കൽ റെസിഡൻസ് മൊബിലൈസ്ഡ് റിസോഴ്സസ് ടു റെസ്ക്യൂ ദ സ്റ്റാൻഡേർഡ് റെസിഡൻസ്. ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ, അവിടുത്തെ നിവാസികളെ രക്ഷിക്കുന്നതിനായിട്ട് തിരുനെല്ലിയിലെ കൃഷ്ണഭേരിയിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രദേശ നിവാസികൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? സഹായ സംവിധാനങ്ങൾ, ദാറ്റ് മീൻസ് ഇവിടെ റിസോഴ്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥത്തിൽ യൂസ് ചെയ്യാറുണ്ട്, വിഭവങ്ങൾ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ സഹായത്തിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ, സഹായ സംവിധാനങ്ങൾ. ഓക്കെ, അതെന്ത് ചെയ്തു? മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. മൊബിലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എത്തിക്കുക, സംഗതികൾ എത്തിക്കുക, അവരെത്തിച്ചിട്ടുണ്ട്. ടു റെസ്ക്യൂ ദ സ്റ്റാൻഡേർഡ് റെസിഡൻസ്, ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ദ ഹ്യൂജ് വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഇൻ വാട്ടർഫോൾസ്, വെള്ളപ്പൊക്കങ്ങളിൽ നിന്ന് ഒഴുകുന്ന ഹ്യൂജ് വോളിയം, വലിയ ശതമാനത്തിലുള്ള ജലം എന്ത് സംഭവിക്കുന്നു? വാട്ടർഫോൾസിൻ്റെ പേര് പറയുന്നുണ്ട്, ക്വാർട്ടലം. എഴുതുമ്പോൾ ക്വാർട്ടലം എന്ന് എഴുതുമെങ്കിലും കുറ്റാലം എന്നാണ് നമ്മളത് വായിക്കുക. ശരിക്കും കുറ്റാലം വെള്ളച്ചാട്ടം അല്ലേ, കുറ്റാലം. അപ്പോൾ ഈ കുറ്റാലം ആൻഡ് അഗസ്ത്യാർ, ഈ അഗസ്ത്യാർ ഭാഗത്തു നിന്നും വെള്ളച്ചാട്ടത്തിലും അതുപോലെ കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ നിന്നുമുള്ള ഹൈ വോളിയം ഓഫ് വാട്ടർ, ധാരാളം വെള്ളം. ഓക്കെ, വലിയ അളവിലുള്ള, ഹൈ വോളിയം ഓഫ് എന്ന് പറഞ്ഞാൽ വലിയ അളവിലുള്ള വെള്ളം, ലൈക്ക് മൾട്ടിപ്പിൾ ക്ലൗഡ് ബേസ്റ്റേഴ്സ്, ലുക്ക്ഡ് ലൈക്ക് മൾട്ടിപ്പിൾ ക്ലൗഡ് ബേസ്റ്റേഴ്സ്. ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ മേഘവിസ്ഫോടനമാണ്, പെട്ടെന്നുള്ള മഴ, വെള്ളപ്പൊക്കത്തെയാണ് ശരിക്കും ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ മേഘവിസ്ഫോടനം എന്ന് പറയും. അപ്പോൾ മൾട്ടിപ്പിൾ ക്ലൗഡ് ബേസ്റ്റ്സ് ഹാപ്പനിങ് കണ്ടിന്യൂസ്ലി, തുടർച്ചയായിട്ട് ഒന്നിലധികം ധാരാളം ക്ലൗഡ് ബേസ്റ്റുകൾ സംഭവിച്ചതായിട്ടാണ് ഈ പറയുന്ന അഗസ്ത്യാറിൽ നിന്നുള്ള അല്ലെങ്കിൽ കുറ്റാലത്തിൽ നിന്നുള്ള ഹ്യൂജ് വോളിയം ഓഫ് വെള്ളം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ന്യൂസ് നമുക്ക് ഇന്ന് വായിക്കാനുള്ളത്. ഈ ന്യൂസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ വൊക്കാബുലറികൾ നമുക്ക് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. അപ്പോൾ ഇവിടെ ഇനണ്ടേറ്റ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ പഠിച്ചു. വാട്ട് മീൻ ബൈ ഇനണ്ടേറ്റ്? ടു ഫ്ലഡ് ഓർ ഓവർഫ്ലോ വിത്ത് എ ലാർജ് എമൗണ്ട് ഓഫ് സംതിങ്, യൂഷ്വലി വാട്ടർ. ഐ മീൻ വെള്ളത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു പുഴ നിറഞ്ഞിങ്ങനെ കവിയുന്നതിനെ, കവിയുക എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനണ്ടേറ്റ് എന്ന് പറയാം. വെള്ളം കയറുക എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ
ഇനണ്ടേറ്റ് എന്ന് പറയാം. ഓക്കെ, അതൊരു വെർബാണ്. ഇനി അടുത്ത വേർഡിലേക്ക് വരുകയാണെങ്കിൽ റിലീഫ്. റിലീഫ് എന്ന് പറഞ്ഞാൽ ആശ്വാസമാണ്. ഓക്കെ, അതറിയാത്തതുണ്ടാവില്ല. റിസംബിൾ എന്ന് പറയുന്ന വേർഡ് ഒരുപോലെ ഇരിക്കുക, ലുക്ക് ലൈക്ക്, കാണാൻ ഒരുപോലെ ഇരിക്കുക. സ്പേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെള്ളപ്പൊക്കം അല്ലേ? നമ്മളിവിടെ പഠിച്ചൊരു പുതിയ വേർഡ്. വെള്ളപ്പൊക്കത്തിന്, ഫ്ലഡിങ്ങിന് മറ്റൊരു വേർഡാണ് സ്പേറ്റ്. മെറൂൺഡ് എന്ന് പറഞ്ഞാൽ 4 വർഷം വെള്ളം പൊങ്ങി ഒറ്റപ്പെട്ടു പോയ. മെറൂൺഡ് മീൻസ് ഒറ്റപ്പെട്ടു പോയ, വെള്ളത്തിനിടയിൽ വെള്ളം പൊങ്ങി ഒറ്റപ്പെട്ടു പോയ, സ്ട്രാൻഡഡ് എന്നാണ് അർത്ഥം. ഗസ്റ്റ് എന്ന് പറയുന്നൊരു വേർഡുണ്ട്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗഷ് അല്ലേ? ഗഷ് എന്ന് പറഞ്ഞാൽ പ്രവഹിക്കുക. ഗസ്റ്റ് എന്ന് പറയേണ്ട ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ദാറ്റ് മീൻസ് പ്രവഹിക്കുക. ഓക്കെ. ഹഡിൽ എന്നാൽ എന്താണ്? ഹഡിൽ തണുപ്പ് കാരണമോ ഏതെങ്കിലും തരത്തിലുള്ള ഭയം കാരണമോ ആളുകൾ ഒത്തുകൂടുന്നതിനെയാണ് ഹഡിൽഡ് അപ്പ്, ഹഡിൽ ഓൺ എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇവാക്യുവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കുന്നതിനെയാണ് ഇവാക്യുവേറ്റ് എന്ന് പറയുന്നത്. ഡിക്ലെയർ എന്നാൽ പ്രഖ്യാപിക്കുക എന്നാണ്. പ്രഖ്യാപിക്കുക കേട്ടോ, പ്രഖ്യാപിക്കുക. ഓക്കെ, പ്രഖ്യാപിക്കുക. ഡിക്ലെയർഡ് പ്രഖ്യാപിതമായിട്ടുള്ള. ഡിസാസ്റ്റർ റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞാൽ ദേശീയ ദുരന്ത നിവാരണ സേന. ദുരന്ത പ്രതികരണ അല്ല, ദുരന്ത നിവാരണ സേന. ഓക്കെ. ഡിപ്ലോയ്. വാട്ട് ഈസ് ഡിപ്ലോയ്? വിന്യസിപ്പിക്കുക. ഡെപ്യൂട്ട് എന്നൊരു വാക്ക് നമ്മളിവിടെ പഠിച്ചു. ഡെപ്യൂട്ട് മീൻസ് നിയോഗിക്കുക. കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഏകോപിപ്പിക്കുക. സ്ട്രാൻഡഡ് എന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോയ, ഒറ്റപ്പെട്ടു പോയ, കുടുങ്ങിപ്പോയ. അമിഡ് എന്നാൽ അതിനിടയിൽ. മൊബിലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മൊബിലൈസ്? അണിനിരത്തുക, അണിനിരക്കുക. ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ അണിനിരക്കുക, അല്ലെങ്കിൽ മൊബിലൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സാമഗ്രികൾ എത്തിച്ചു അല്ല, റിസോഴ്സസ് അവിടെ എത്തിച്ചു, അണിനിരത്തി. സൈന്യത്തെക്കുറിച്ച് മൊബിലൈസ് എന്ന് പറയുമ്പോൾ സൈന്യം അണിനിരത്തുക. ഇനി ക്ലൗഡ് ബേസ്റ്റ് ജലപ്രവാഹം അല്ലെങ്കിൽ മേഘവിസ്ഫോടനം. വെയ്ഡ് ത്രൂ എന്ന് പറഞ്ഞാൽ തുഴഞ്ഞു നീങ്ങുക. വാട്ടർ ലോഗ്ഡ് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിയ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ സെഷൻ നമുക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.